എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERTയിലെ സിനണിംസ് ആണ് കേട്ടോ. നമ്മളിതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡെയിലി നമ്മുടെ SCERT സീരീസുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാണ് കേട്ടോ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് വൺ, ഷോ. ഷോ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് പുഷിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷോ എന്ന് പറയാ കേട്ടോ. സ്ട്രോങ് പുഷാണ് ഷോ. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഈ ഷോ എന്ന് പറയുമ്പോൾ ഷോ അല്ലെ, ഈ ഷോ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ചെറിയൊരു പുഷ് കൊടുക്കാൻ തോന്നും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഷോ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് പുഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യൂവർ. ക്യൂവർ എന്ന് പറഞ്ഞാൽ ട്രെമ്പിൾ ഓർ ഷേക്ക് വിത്ത് എ സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. ക്യൂവർ എന്ന് പറഞ്ഞാൽ ഷിവർ എന്ന് പറയാം. നമ്മുടെ SCERTയിലും എടുത്തു കൊടുത്തിട്ടുള്ളതാണ്. ക്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിവർ ആണ് കേട്ടോ. അല്ലെങ്കിൽ ട്രെമ്പിൾ ചെയ്യുക ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. അപ്പൊ ക്യൂവറും ഷിവറും ഏതാണ്ട് ഒരേപോലെ അല്ലേ പറയാ? ക്യൂവർ, ഷിവർ. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് ക്യോർ. ശ്രദ്ധിക്കണം, ക്യൂവറും ഉണ്ട് ക്യോറും ഉണ്ട്. QUEER. ക്യോർ എന്ന് പറഞ്ഞാൽ സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് ആണ്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ക്യോർ എന്ന് പറയാം. നമുക്കൊരു ഇഡിയം പഠിക്കാനുണ്ട് അല്ലെ, ക്യോർ ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രേഞ്ച് പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഷോ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് പുഷ് ആണ്. ക്യൂവർ എന്ന് പറഞ്ഞാൽ ട്രെമ്പിൾ ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ അല്ലെങ്കിൽ ഷിവർ ചെയ്യുക. ക്യോർ എന്ന് പറഞ്ഞാൽ ദാറ്റ് സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് കേട്ടോ, സ്ട്രേഞ്ച് ആയിട്ടുള്ള. ഇനി ഗെയിൽ, 4മത്തെയാണ് ഗെയിൽ കേട്ടോ. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈ അല്ലെങ്കിൽ കണ്ണിങ്. സ്ലൈ ഓർ കണ്ണിങ് എന്നുള്ളതാണ് ഗെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ക്രിസ് ഗെയിലിനെ ഓർക്കാം അല്ലെ. ക്രിസ് ഗെയിൽ കണ്ണിങ് ആണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് വിസാർഡ് ആണ്. വിസാർഡ് എന്താ? എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സ് ആണ് വിസാർഡ്. അത് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? വിസാർഡ് എന്നുള്ള രീതിയിൽ പറയാം കേട്ടോ, വിസാർഡ്. നെക്സ്റ്റ് ഇസ് ഷഡർ. ഷഡർ ഇറ്റ് മീൻസ് ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്. നമ്മൾ വളരെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമ്മൾ വളരെ പേടിച്ചിരിക്കുക, ഫ്രൈറ്റൻഡ് ആയിട്ടിരിക്കുക, അതിനെയാണ് എന്ത് പറയുന്നത്? ഷഡർ എന്ന് പറയാ കേട്ടോ. ഫ്രൈറ്റൻഡ് ആയിട്ടിരിക്കുക, പേടിച്ചിരിക്കുക, അതിനെയാണ് നമ്മൾ പറയാ ഷഡർ. ഓക്കെ, നെർവസ് ആയിട്ടിരിക്കുക. നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ ഷട്ടർ അടയ്ക്കുമ്പോൾ ഈ ഗുണ്ടകളൊക്കെ വന്ന് ഷട്ടർ അടിക്കുന്ന സമയത്ത് പേടിച്ചിരിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ബാക്കിയുള്ള ആൾക്കാർ പേടിച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഷട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഷട്ടർ ഓർക്കാം. ഷട്ടർ ഇട്ട് കഴിയുമ്പോൾ പേടിക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഫ്രൈറ്റൻഡ് ആണ്. ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്. നമ്മളിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഷട്ടർ. അടുത്ത് നോക്കാം, സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽ കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ്. ഓക്കെ, പെട്ടെന്ന് ഷോക്ക് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റാർട്ടിൽ. അല്ലെങ്കിൽ നെർവസ് ആവുക, അങ്ങനെയും പറയാം. നെർവസ് ആവുക അല്ലെങ്കിൽ ഷോക്ക് ആവുക എന്നുള്ളൊരു മീനിങ് ആണ് സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽഡ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാൻ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. നമ്മൾ കുറച്ച് നെർവസ് ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഷോക്ക്ഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിൽ ഇറ്റ് മീൻസ് കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ്. അടുത്തത് ഷ്രഗ് ആണ്. ഷ്രഗ് അറിയായിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് അല്ലെ, ഷ്രഗ്സ് വാങ്ങാറുണ്ട്. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ. ഷ്രഗ്സ് എന്ന് പറഞ്ഞാൽ ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് റിട്രീറ്റ്. റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ പിൻവലിയുക എന്നുള്ളൊരു മീനിങ് ആണ്. ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. ഓക്കെ, അതിൽ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ പിൻവലിഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതാണ് റിട്രീറ്റ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ ഇപ്പോൾ ട്രീറ്റ് ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. ട്രീറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് മുങ്ങി അല്ലെങ്കിൽ പിൻവാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. റിട്രീറ്റ് അങ്ങനത്തെ ഒരു ട്രീറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം, ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ എന്നുള്ളതാണ് റിട്രീറ്റ്. അടുത്തത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാളിറ്റി ഓഫ് ബീങ് ഓണസ്റ്റ്. ഓണസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിനെയാണ് എന്ത് പറയാ? ഇന്റഗ്രിറ്റി. ഓക്കെ, സോ നമ്മൾ 10 വേർഡ്സുകൾ പഠിച്ചു. നമുക്കൊന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത വേർഡ്സുകൾ നോക്കാം കേട്ടോ. ഷോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷോ എന്തായിരുന്നു? എ സ്ട്രോങ് പുഷ് അല്ലെ. അപ്പോൾ ഷോ കാണിക്കുന്ന ആൾക്കാർക്ക് ഒരു പുഷ് കൊടുക്കാനൊക്കെ നമുക്ക് തോന്നും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ക്യൂവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഷിവർ ആണ്, അല്ലെങ്കിൽ ട്രെമ്പിൾ ഓർ ഷേക്ക് വിത്ത് സ്ലൈറ്റ് റാപ്പിഡ് മോഷൻ. ക്യോർ എന്ന് പറഞ്ഞാൽ സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ് അല്ലെ, ക്യോർ ഫിഷ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലൈ ഓർ കണ്ണിങ് ആണ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ സ്ലൈ ഓർ കണ്ണിങ്. വിസാർഡ് എന്ന് പറഞ്ഞാൽ എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സ്. ഓക്കെ, ഷഡർ, നമ്മുടെ ഷട്ടർ ഓർക്കാം അല്ലെ. ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ്, പേടിച്ച് വിറച്ചിരിക്കുക എന്നൊക്കെ ഓർത്ത് വെക്കാം. സ്റ്റാർട്ടിൽ ഇറ്റ് മീൻസ് കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം ആണ് സ്റ്റാർട്ടിൽ. എന്തെങ്കിലുമൊക്കെ കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി അല്ലെങ്കിൽ ഒരു കുറച്ച് നെർവസ് ആയിരിക്കും എന്നൊക്കെ ഓർത്ത് വെക്കാം അല്ലെ. ഷ്രഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് ഷ്രഗ് ഉണ്ടല്ലോ, ഷ്രഗ്സ്, അത് ഓർത്ത് വെക്കാം, ഷോൾഡറിൽ ഇടുന്നത്. ടു റേസ് യുവർ ഷോൾഡേഴ്സ് ആൻഡ് ദെൻ ലോവർ.
റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ ടു മൂവ് ബാക്ക് ഓർ വിത്ഡ്രോ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആണ്. ഓക്കെ, ഇത്ര എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കിനി അടുത്ത് നോക്കാം. വിംപർ. വിംപർ എന്ന് പറഞ്ഞാൽ ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ് ആണ് വിംപർ. ഓക്കെ, ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ്. നമ്മുടെ വിമ്മ്, വാഷ് ചെയ്യുന്ന വിമ്മ് ഉണ്ടല്ലോ, പാത്രമൊക്കെ കഴുകണ വിമ്മ്, അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ, ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകണമല്ലോ എന്നുള്ള രീതിയിൽ ഫിയർ, പെയിൻ ഓർ അൺഹാപ്പിനെസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ടു ക്രൈ ഇൻ പെയിൻ ഓർ ഗ്രീഫ് ആണ് വെയിൽ. വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ ഇരുന്ന് കരയുന്ന ഓർക്കാം അല്ലെ, വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ടു ക്രൈ. അപ്പോൾ ടു ക്രൈ ഇൻ പെയിൻ ഓർ ഗ്രീഫ് ആണ് വെയിൽ. അൺഫോൾഡ്. അൺഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഓപ്പൺ ഓർ റിവീൽ ആണ്. റിവീൽ ചെയ്യാം അല്ലെ, റിവീൽ ചെയ്യാം. ഓക്കെ, അതാണ് അൺഫോൾഡ്. തുറന്നു വയ്ക്കുക അല്ലെങ്കിൽ ഓപ്പൺ ആക്കുക, റിവീൽ ചെയ്യാം. അടുത്ത ട്രൂപ്പാണ്. ട്രൂപ്പിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 2 ഓയുള്ള ട്രൂപ്പാണ്. ഓക്കെ, 2 ഓയുള്ള ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ കം ഓർ ഗോ ടുഗെദർ ഓർ ഇൻ ലാർജ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രൂപ്പ് ഓഫ് മങ്കീസ് പറയും, ട്രൂപ്പ് ഓഫ് കാംഗറു, ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ 2 ഓയുള്ള ട്രൂപ്പ് ആണെങ്കിൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് എന്നുള്ള മീനിങ് ആണ് നമ്മൾ സാധാരണ പറയാ കേട്ടോ. ഇനി TROUPE എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂപ്പ്. അത് നമ്മുടെ ഈ കൊയർ ആയിട്ടൊക്കെ നമ്മൾ പറയുന്ന ട്രൂപ്പാണ്. ആർട്ടിസ്റ്റിന്റെ ഒക്കെ ട്രൂപ്പ് എന്ന് പറയും അല്ലെ, അത് TROUPE ആണ് കേട്ടോ. അടുത്തത് ത്രോട്ടിൽ. ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഓർ കിൽ സമ്മൺ ബൈ ചോക്കിംഗ് ഓർ സ്ട്രാംഗ്ലിംഗ് ദം. ഓക്കെ, ത്രോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അറ്റാക്ക് ഓർ കിൽ സമ്മൺ ബൈ ചോക്കിംഗ്. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതുണ്ട് കേട്ടോ. ഇതിനെയാണ് എന്ത് പറയാ? ത്രോട്ടിൽ. അപ്പൊ നമ്മുടെ ത്രോട്ടിൽ ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് നമ്മളിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ നോക്കി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതാണ് ത്രോട്ടിൽ. നെക്സ്റ്റ് ടാക്ടിക്സ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ആക്ഷൻ ഓഫ് സ്ട്രാറ്റജി കെയർഫുള്ളി പ്ലാൻ ടു അച്ചീവ് എ സ്പെസിഫിക് എൻഡ്. ടാക്ടിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, നിങ്ങൾക്ക് അറിയാം അല്ലെ. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ആൻ ആക്ഷൻ ഓഫ് സ്ട്രാറ്റജി കെയർഫുള്ളി പ്ലാൻ ടു അച്ചീവ് എ സ്പെസിഫിക് എൻഡ്. എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുത്തു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടാക്ടിക്സ് എന്ന് പറയാം അല്ലെ. സ്റ്റംബിൾ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചേക്കാം. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഓക്വേർഡ്ലി വൈൽ വാക്കിംഗ് ഓർ റണ്ണിങ് ആൻഡ് ഫോൾ ഓർ ബിഗിൻ ടു ഫോൾ കേട്ടോ. വീഴ അല്ലെങ്കിൽ വീഴാൻ പോവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റംബിൾ എന്ന് പറയാ. ബിഗിൻ ടു ഫോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഓക്വേർഡ്ലി വൈൽ വാക്കിംഗ് ഓർ റണ്ണിങ് ആൻഡ് ഫോൾ ഓർ ബിഗിൻ ടു ഫോൾ, അതിനെയാണ് എന്ത് പറയാ? സ്റ്റംബിൾ. സ്റ്റംബിൾ അല്ലെങ്കിൽ സ്റ്റംബിൽ തട്ടി വീണു, സ്റ്റംബ് വീണു എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വയ്ക്കുക അല്ലെ. ഇനി അടുത്തത് സ്റ്റബേൺ ആണ്. ഓക്കെ, സ്റ്റബേൺ എന്ന് പറഞ്ഞാൽ എന്താ? അൺറീസണബിളി ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറാത്ത, വളരെ സ്റ്റബേൺ പേഴ്സൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്റ്റബേൺ എന്ന് പറയാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്ക്വീമിഷ് ആണ്. സ്ക്വീമിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസിലി മേഡ് ടു ഫീൽ സിക്ക് ഓർ ഡിസ്ഗസ്റ്റഡ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പേടിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നെർവസ് ആവുന്ന ഒന്നിനെയാണ് എന്ത് പറയാ? സ്ക്വീമിഷ് എന്ന് പറയാ. ഓക്കെ, അയാൾ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ഷോക്കഡ് ആവും. നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് അപ്സെറ്റ് ആക്കാൻ പറ്റും എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്വീമിഷ് എന്ന് പറയാം കേട്ടോ. അപ്പൊ സ്ക്വീമിഷ് എന്ന് പറഞ്ഞാൽ ഈസിലി മേഡ് ടു ഫീൽ സിക്ക് ഓർ ഡിസ്ഗസ്റ്റഡ്. അടുത്ത് നോക്കാം ഡിസ്മെൽ. ഡിസ്മെൽ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിസ്മെൽ എന്ന് പറഞ്ഞാൽ കോസിങ് എ മൂഡ് ഓഫ് ഗ്ലൂം ഓർ ഡിപ്രഷൻ. പെട്ടെന്ന് നമുക്ക് സാഡ് ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിപ്രഷനിലാക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് ഡിസ്മെൽ എന്ന് പറയാം. അപ്പോൾ ഡിസ്മെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, അതിനകത്തൊരു സ്മോൾ ഉണ്ട് അല്ലെ. നമ്മൾ വളരെ ചെറുതാണ്, സ്മോൾ ആണ്, അല്ലെങ്കിൽ നമ്മളെ ചെറുതാക്കി കാണുന്ന ആൾക്കാരെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ആവും അല്ലെങ്കിൽ സാഡ് ആവും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഡിസ്മെൽ ഇറ്റ് മീൻസ് സാഡ് ഓർ ഡിപ്രഷൻ ആണ് കേട്ടോ. അടുത്ത കൈൻഡ് ഹാർട്ടഡ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കുറെ വാക്കുകളുണ്ട്. നമ്മുടെ SCERT ആയതുകൊണ്ട് തന്നെ പല വാക്കുകളും നമ്മൾ ഫെമിലിയർ ആയിരിക്കും. കേട്ടുപോവുക. കൈൻഡ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ കൈൻഡ് ആൻഡ് സിമ്പത്തറ്റിക് നേച്ചർ. ഓക്കെ, അടുത്ത എംബസിൽ. എംബസിൽ നമ്മുടെ PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ്. എംബസിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഓർ മിസ്അപ്രോപ്രിയേറ്റ് ആണ്. ഓക്കെ, ടു സ്റ്റീൽ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. നമുക്ക് പസിൽ എന്ന് ആലോചിക്കാം. എംബസിൽ, പസിൽ ആകെ ഇങ്ങനെ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുക എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക, പസിൽ സ്റ്റീൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ സ്റ്റീൽ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ്. ഓക്കെ, അടുത്ത ഷിവാൽറി. ഷിവാൽറി എന്ന് പറഞ്ഞാൽ വെരി പൊളൈറ്റ്, ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. ഓക്കെ, ഷിവാലറി എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. അതാണ് ഷിവാൽറി. നമുക്ക് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഷിവാൽറി എന്നാണ് കേട്ടോ. അപ്പൊ ആ ഷീ വെച്ചിട്ട് നമുക്ക് ഓർക്കാം. ഷീ അല്ലെ, കൈൻഡ് ബിഹേവിയർ ആണ്
ബൈ മെൻ ടുവേർഡ്സ് വിമൻ. അപ്പോൾ സ്ത്രീകളോടുള്ള ഷീ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഷിവാൽറി എന്ന് പറഞ്ഞാൽ വെരി പൊളൈറ്റ്, ഓണസ്റ്റ് ആൻഡ് കൈൻഡ് ബിഹേവിയർ എസ്പെഷ്യലി ബൈ മെൻ ടുവേർഡ്സ് വിമൻ. കമന്റ്സ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക അല്ലെ. വെൻ സംതിങ് കമന്റ്സ് ഇറ്റ് മീൻസ് ഇറ്റ് ബിഗിൻസ് ആണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗിൻ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. കമന്റ്സ് എന്ന് പറഞ്ഞാൽ ബിഗിൻ ചെയ്യുക. വാലർ, വാലർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കറേജ്. ഓക്കെ, നമ്മുടെ PYQ ആണ് വാലർ. അപ്പൊ വാലർ എന്ന് പറയുമ്പോൾ നമുക്ക് വാനും ലോറിയും എന്നുള്ള രീതിയിൽ ഓർക്കാം. വാലർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ, വാലർ അല്ലെ, വാനും ലോറിയും. വാനും ലോറിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കറേജ് ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ, കാരണം ഹെവി വെഹിക്കിൾസ് ഒക്കെ അല്ലേ. അപ്പൊ ഗ്രേറ്റ് കറേജ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. വാലർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് കറേജ് ആണ്. പ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് എ സെൻസ് ഓഫ് ഹാപ്പി, സാറ്റിസ്ഫാക്ഷൻ ഓർ എൻജോയ്മെന്റ്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഡേ ആണെന്നൊക്കെ പറയും അല്ലെ. വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡേ. അതാണ് പ്ലസന്റ്. അടുത്ത് നോക്കാം 27th വൺ, പിയർ ആണ്. പിയർ എന്ന് പറഞ്ഞാൽ എന്താ, ലുക്ക് വിത്ത് ഡിഫിക്കൽട്ടി ഓർ കോൺസെൻട്രേഷൻ അറ്റ് സമ്മൺ ഓർ സംതിങ് ആണ് പിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ, ഡിഫിക്കൽട്ടായിട്ട് വളരെ ശ്രദ്ധയോടെ നോക്കുക, അതിനെയാണ് പിയർ എന്ന് പറയുക കേട്ടോ. അതേപോലെ തന്നെ പിയർ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിലും പറയാറുണ്ട്, നമ്മുടെ അതേ ലെവലിലുള്ള ആൾക്കാരെ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ട് മീനിങ് ഉണ്ട്. അപ്പോൾ പിയർ എന്ന് പറഞ്ഞാൽ നോക്കുക, വളരെ ശ്രദ്ധയോടെയൊക്കെ നോക്കുക എന്നുള്ള മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അതേ ലെവലിലുള്ള ഒരാളെ നമ്മൾ പിയർ എന്ന് പറയും. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചേഞ്ച് ചെയ്യുക, മേക്ക് ഓർ ബിക്കം ഡിഫറെന്റ് ആണ്. ഇന്നസെന്റ്, ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം ഓർ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ, വളരെ അറിയാലോ, ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം ഓർ ഒഫൻസ്. അടുത്ത് നോക്കാം സ്പെൽ ബൗണ്ട്. സ്പെൽ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സംവൺ ആസ് ദോ ബൈ മാജിക് ആണ്. നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറയില്ലേ, സ്പെൽ ബൗണ്ട്. നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ അറ്റൻഷൻ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ സ്പെൽ ബൗണ്ട് ആണ്, നമുക്ക് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ, സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിങ്ങനെ ബൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഫുൾ അറ്റൻഷൻ പിടിച്ചെടുത്തു എന്നുള്ള രീതിയിൽ കേട്ടോ. സ്പെൽ ബൗണ്ട് ഇറ്റ് മീൻസ് ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സംവൺ ആസ് ദോ ബൈ മാജിക്. സോക്കിയ അല്ലെ, സോക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, വെറ്റാക്കുക, മുഴുവനായിട്ട് വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ പകുതി വെറ്റാക്കി വെക്കുക, അതിനെയാണ് നമ്മൾ സോക്ക് ചെയ്യുക എന്ന് പറയുക. നമ്മൾ സാധനങ്ങളൊക്കെ സോക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ബിക്കം വെറ്റ് ഓർ മേക്ക് വെറ്റ് ആണ്. സ്നബ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ്, ഇൻസൾട്ട് ചെയ്യുക, ഷാർപ്പ് വേർഡ്സ് വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുക, അതിനെയാണ് പറയുക സ്നബ്. അപ്പൊ സോക്ക് കിട്ടിയല്ലോ, ബിക്കം വെറ്റ് ഓർ മേക്ക് വെറ്റ് ആണ്. സ്നബ് എന്ന് പറഞ്ഞാൽ ടു ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ് ആണ്. സ്മിയർ, സ്മിയർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, സ്മിയർ എന്ന് പറയാ കേട്ടോ. അപ്പൊ ഒന്നും കൂടെ നോക്കി എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ, ഇന്നസെന്റ് അറിയാം, സ്പെൽ ബൗണ്ട്, ഹോൾഡ് ദി കംപ്ലീറ്റ് അറ്റൻഷൻ ഓഫ് സമ്മൺ ആസ് ദോ ബൈ മാജിക്, സോക്കിയ നനച്ചു വെക്കുക അല്ലെ. സ്നബ് എന്ന് പറഞ്ഞാൽ ടു ഇൻസൾട്ട് വിത്ത് ഷാർപ്പ് വേർഡ്സ് ആണ്. സ്മിയർ, സ്മിയർ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ കേട്ടോ, സ്പ്രെഡ് ചെയ്യുക. സിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, സിഞ്ച്, സിഞ്ച് എന്ന് പറഞ്ഞാൽ ബേൺ സംതിങ് സൂപ്പർഫിഷ്യലി ഓർ ലൈറ്റ്ലി ആണ്. സിഞ്ച് ഓരോ ഇഞ്ചിഞ്ചായിട്ട് കത്തിച്ചു എന്നുള്ള രീതിയിൽ ഓർക്കാം, സിഞ്ചാണ്. അപ്പൊ അതിലൊരു ഇഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട്, എന്നാലും ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. സിഞ്ച് എന്ന് പറഞ്ഞാൽ ബേൺ സൂപ്പർഫിഷ്യലി ഓർ ലൈറ്റ്ലി, ഇഞ്ചിഞ്ചായിട്ട് കത്തിച്ചു. കളക്ട് അറിയാലോ, ബ്രിങ് ഓർ ഗ്യാദർ ടുഗെദർ. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെയും പറഞ്ഞു, കുറെ വേർഡ്സുകളൊക്കെ നമുക്ക് അറിയാം, കാരണം സ്റ്റുഡൻസിന്റെ, കുട്ടികളുടെ ഒക്കെ പഠിക്കാനുള്ള ബുക്കിലാണ് പലതും നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറയാറുള്ള വേർഡ്സുകളാണ്. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ എയ്ഡ് ഓർ സപ്പോർട്ട് ആണ്. സബ്സിഡി കിട്ടി എന്നൊക്കെ പറയും അല്ലെ, ഫിനാൻഷ്യൽ എയ്ഡ് ഓർ സപ്പോർട്ട്. അടുത്ത് എമുലുമെന്റ്. എമുലുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാലറി, ഫീ ഓർ പ്രോഫിറ്റ് ഫ്രം എംപ്ലോയ്മെന്റ് ഓർ ഓഫീസ് ആണ്. അതിനെയാണ് എമുലുമെന്റ് എന്ന് പറയുക കേട്ടോ. സാലറി ആണ്, നമുക്ക് എമുലുമെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ സാലറി കിട്ടി എന്ന് പറയും. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ, പ്രോക്സിമിറ്റി അല്ലെങ്കിൽ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ് ആണ്, എത്രത്തോളം ക്ലോസ് ആയി അല്ലെ. അപ്പൊ നിയർനെസ്സിനെയാണ് എന്ത് പറയാ, പ്രോക്സിമിറ്റി. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നിയർനെസ്, പ്രോക്സിമിറ്റി ഓർത്താൽ മതി. അടുത്ത് നോക്കാം ഡിസ്ഗസ്റ്റ് ആണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് റെവൽഷൻ ഓർ ഡിസപ്രൂവൽ ആണ്. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത, ഹേറ്റ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഗസ്റ്റ് ഓർക്കാം. ചില ഗസ്റ്റ് ഒക്കെ വരുന്നത് നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, നമുക്ക് ഹെയ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡിസപ്രൂവ് ചെയ്യുക, റിപ്പൽ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. ഹെയ്റ്റ്രഡ്, ഇന്റൻസ് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹെയ്റ്റ്. ഫ്രീക്കിയ എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ലൗഡ് ക്രൈ ഓർ ഷൗട്ടിംഗ് ആണ്. ഷ്രീക്ക് കേട്ടോ, ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കരച്ചിലിനെയാണ് നമ്മൾ പറയാ, ഷ്രീക്ക് എന്ന് പറയാ. അടുത്ത് നോക്കാം ഷീത്ത്. ഷീത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഷീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷീൽഡിംഗ് ആണ്, ഒരു കവർ ആണ്. ദാറ്റ് ഫിറ്റ്സ് ക്ലോസ്ലി ഓവർ എ നൈഫ് ഓർ സ്വോർഡ് ആണ്. ഒരു കവറിനെയാണ് നമ്മൾ എന്ത് പറയാ, ഷീത്ത്. മെയിൻ ആയിട്ട് നമ്മുടെ കത്തിയുടെയും അതേപോലെ തന്നെ വാളിന്റെ ഒക്കെ സ്വോർഡിന്റെ ഒക്കെ ഒരു കവറിനെയാണ് എന്ത് പറയാ, ഷീത്ത് കേട്ടോ. പെർസ്യൂവർ, പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഹൂസ് ചേസിങ് സംബഡി. ഓക്കെ, ഒരാളെ ചേസ് ചെയ്യുന്ന ഒരാളെയാണ് പറയാ പെർസ്യൂവർ.
നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. പേഴ്സ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം അല്ലെ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പിയും യുവും ആറും എസും ഇ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ പേഴ്സ് കണ്ടിട്ട് ഒരാളെ ചേസ് ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ എന്താ? പേഴ്സൺ, യെസ്, പേഴ്സൺ ഹൂ ഇസ് ചേസിങ് സംബഡി. ഓക്കെ. അടുത്ത് നോക്കാം പ്രൈ. പ്രൈ എന്ന് പറഞ്ഞാല് സ്ട്രോങ് പുഷിനെയാണ് നമ്മൾ പ്രൈ എന്ന് പറയാം. ഓക്കെ, പ്രൈ. അപ്പോ ക്രൈ ചെയ്യും, ഒരു സ്ട്രോങ് പുഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്രൈ ചെയ്യും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കാം അല്ലെ. അപ്പൊ പ്രൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്ട്രോങ് പുഷ് ആണ്. അടുത്തത് പ്രൊക്ലെയിം ആണ്. പ്രൊക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ് ഒഫീഷ്യലി അല്ലെ. ഇതൊക്കെ നമുക്ക് പലതും അറിയുന്ന വാക്കുകൾ ഉണ്ടാവും. നമ്മുടെ SCERT-യിലത്തെ വേർഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ ചിലത് കേട്ടു പോവാ കേട്ടോ. പ്രൊക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യാം. പ്രാങ്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പറയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. പ്ലേഫുൾ ഓർ മിസ്റ്റീവിയസ് ട്രിക്സ് ആണ്. ഓക്കെ, പ്രാങ്ക് ചെയ്യുക, പറ്റിക്കുക, മിസ്റ്റീവിയസ് ആയിട്ടുള്ള ട്രിക്സിനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാന്ന് പറയാ. പ്ലാസ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പോട്ട്. ഓക്കെ, അപ്പോ പ്ലാസ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിനെയാണ് പ്ലാസ. പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ ടു ഡു സംതിങ്, ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. പേഴ്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു കണ്ടിന്യൂ ടു ഡു സംതിങ്. ഓക്കെ. അടുത്ത് പാരലൈസ്. പാരലൈസ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രിവെന്റ് നോർമൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന ഒന്നിനെയാണ് പാരലൈസ് അല്ലെ. പാരലൈസ് ആയിട്ട് നമ്മൾ കിടപ്പായി എന്നൊക്കെ പറയില്ലേ. അപ്പൊ പാരലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഫങ്ഷനിങ് നോർമലി. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്, മിക്കവാറും നമ്മുടെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പെർജ്യൂർ. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി, അതായത് മനഃപൂർവ്വം കള്ളസത്യം പറയുക. കള്ളസത്യം പറയുന്നതിനെയാണ് എന്ത് പറയാ? പെർജ്യൂർ എന്ന് പറയാ കേട്ടോ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചേക്കുക. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി. അടുത്ത് നോക്കാം പാട്രോൾ. പാട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്ട് ഓഫ് ഗോയിങ് അറൌണ്ട് എ പ്ലേസ് ടു ചെക്ക് ദാറ്റ് ഓൾ ഇസ് സെക്യൂർ ആൻഡ് ഓർഡർലി അല്ലെ. നമ്മുടെ ഗാർഡ്സ് ഒക്കെ പാട്രോൾ ചെയ്യും എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ പാട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് എന്താ? ചുറ്റിനും നടന്ന് നോക്കുക, എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് പാട്രോൾ ചെയ്യുക അല്ലെ. പാട്രോൾ പോലീസ് ഒക്കെ ഉണ്ട്. അടുത്ത് നോക്കാം എംഫസൈസ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. എംഫസൈസ് ചെയ്യുക. അപ്പൊ ഞാൻ എംഫസൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോർഷന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ എംഫസൈസ് ചെയ്യുക, ഊന്നി പറയുക. ഓക്കെ, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി സെറീൻ എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് ആണ്. നമ്മുടെ സെറീനിയ വില്യംസിന് തന്നെ ഓർത്താൽ മതി. പക്ഷെ കാം ക്വൈറ്റ് അല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. കാം ആൻഡ് ക്വൈറ്റ് ആണ് സെറീൻ എന്ന് പറയുന്നത്. ആംപിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ് ഓർ മോർ ദാൻ ഇനഫ് ആണ്, ധാരാളം. ഓക്കെ, എബൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ധാരാളം എന്നുള്ളൊരു മീനിങ് ആണ് ആംപിൾ. ഓക്കെ, ആംപിൾ. ആംപിൾ എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം. അപ്പോ ഇത്രയും നമുക്ക് ഒന്നും കൂടെ നോക്കാം, എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വേർഡ് എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. പെർസ്യൂവർ. പെർസ്യൂവർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂസ് ചേസിങ് സംബഡി, പേഴ്സണ് വേണ്ടിയിട്ട് ചേസ് ചെയ്തു അല്ലെ. ഇനി അടുത്ത പ്രൈ. പ്രൈ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പുഷ് ആണ്. ഒരു നല്ലൊരു പുഷ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ക്രൈ ചെയ്യുന്ന ഓർക്കാം. പ്രൈ എന്നുള്ളത് പഠിക്കാം. പ്രൊക്ലെയിം ചെയ്യുക, അനൗൺസ് ഒഫീഷ്യലി ആണ്. പ്രാങ്ക് ചെയ്യുക, മിസ്റ്റീവിയസ് ആയിട്ടുള്ള ട്രിക്സ് ആണ്. പ്ലാസ, സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്പോട്ട്. പെർസിസ്റ്റ് ചെയ്യുക, ടു കണ്ടിന്യൂ ടു ഡു സംതിങ്. പാരലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്താ? ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഫങ്ഷനിങ് നോർമലി. പെർജ്യൂർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്, തീർച്ചയായിട്ടും പഠിക്കുക. എന്താ? ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി. പാട്രോൾ ചെയ്യുക, ദ ആക്ട് ഓഫ് ഗോയിങ് അറൌണ്ട് എ പ്ലേസ് ടു ചെക്ക് ദാറ്റ് ഓൾ സെക്യൂർ ആൻഡ് ഓർഡർലി. ഓക്കെ, എംഫസൈസ് ചെയ്യുക, സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സെറീൻ എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വൈറ്റ് ആണ്. ആംപിൾ എന്ന് പറഞ്ഞാൽ ഇനഫ് ഓർ മോർ ദാൻ ഇനഫ്, പ്ലെന്റിഫുൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റും കൂടെ ചെയ്യുക, തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആയിരിക്കും. ഇനി അടുത്ത് നോക്കാം കൺസീൽ ചെയ്യുക. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ, പ്രിവെന്റ് ഫ്രം ബീങ് നോൺ, കീപ് സീക്രറ്റ്. അപ്പൊ കൺസീലർ ഒക്കെ ഉണ്ട് അല്ലെ, ഗേൾസിന് പെട്ടെന്ന് കിട്ടുമായിരിക്കും. കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണാണ്ട് വെക്കുക. പ്രിവെന്റ് ചെയ്യുക, പ്രിവെന്റ് ഫ്രം ബീയിങ് നോൺ ആണ്. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ആക്ട് ഓർ ഗിഫ്റ്റ് ഓർ ദ ഡൂയിങ് ഓഫ് കൈൻഡ് തിങ്സ് ഫോർ അതേഴ്സ്, വളരെ ദയാലുവായിട്ടുള്ള. ബെനവലന്റ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ആക്ട് ആണ്. ഓക്കെ, ദയാലുവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. റിക്കാൽസിട്രന്റ് ഇമ്പോർട്ടന്റ് ആണ്, PSC PYQ ആണ്. റിക്കാൽസിട്രന്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ആൻ ഒബ്സ്റ്റിനേറ്റ്ലി അൺകോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്, അതായത് ഡിസൊബീഡിയൻസ് നമുക്ക് പറയാം. ഓക്കെ, റിക്കാൽസിട്രന്റ് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള, പറഞ്ഞതനുസരിക്കാണ്ട് ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ റിക്കാൽസിട്രന്റ് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കാം റീകാൽസിട്രന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. റീകോൾ, നമ്മളിപ്പോ ഒരു ആളെ വീണ്ടും റീ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലെ, വീണ്ടും കോൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? അയാൾ ഡിസോബീഡിയന്റ് ആവുമ്പോ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, ഡിസോബീഡിയന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അടുത്ത് നോക്കാം ഇമാൻസിപ്പേറ്റ്. PSC PYQ ആണ്. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഫ്രീ എസ്പെഷ്യലി ഫ്രം ലീഗൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഫ്രീ ആണ്. അപ്പോ ഈ മാനിനെ ഒന്ന് ഫ്രീ ആക്കൂ, ഈ മനുഷ്യനെ ഒന്ന് ഫ്രീ ആക്കൂ എന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഇമാൻസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സെറ്റ് ഫ്രീ. അടുത്ത് നോക്കാം എഫേമറൽ. എഫേമറൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, ചെറിയ സമയത്ത് മാത്രം നിലനിൽക്കുന്ന, നമുക്ക് എന്താ പറയാ, ഒരു നിമിഷം മാത്രം നിൽക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ പറയാം കേട്ടോ. എഫേമറൽ. എഫേമറൽ നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഫ് മാറൽ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. പെട്ടെന്ന് തന്നെ എഫ് മാറിയിട്ട് ജി വന്നു, പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. നമ്മളിങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ പറയുമ്പോൾ എഫിന് ശേഷം പെട്ടെന്ന് തന്നെ ജി വന്നു എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ എഫേമറൽ എന്ന് പറയുമ്പോൾ എഫ് മാറൽ എന്നുള്ള രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക. ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ ഓർ റെസ്പെക്ട് ആസ് എ റിസൾട്ട് ഓഫ് ഡിസോണറബിൾ ആക്ഷൻ ആണ് ഡിസ്ഗ്രേസ്. ഓക്കെ, നമ്മുടെ ഒരു അഭിമാനം പോവാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഡിസ്ഗ്രേസ്. ഫീബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ഫീബിൾ എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് എസ്പെഷ്യലി ആസ് എ റിസൾട്ട് ഓഫ് ഏജ് ഓർ ഇൽനെസ്. ഫീബിൾ ആയിട്ടുള്ള, അധികം സ്ട്രെങ്ത് ഇല്ലാത്ത, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫീബിൾ. ഹൊസ്റ്റൈൽ. ഹൊസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഹെയ്റ്റ്ഫുൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷോയിങ് ഓർ ഫീലിംഗ് ഒപ്പോസിഷൻ ഓർ ഡിസ്ലൈക്കിനെയാണ് ഹൊസ്റ്റൈൽ എന്ന് പറയാം. നമുക്ക് ഹോസ്റ്റലായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ അല്ലെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഹോസ്റ്റലിലെ വാർഡനെയോ ഹേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഷോയിങ് ഓർ ഫീലിംഗ് ഒപ്പോസിഷൻ ഓർ ഡിസ്ലൈക്ക് ആണ്. ഇംപെർട്ടിനന്റ്. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഷോയിങ് പ്രോപ്പർ റെസ്പെക്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല, വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുക, അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഇംപെർട്ടിനന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇംപെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഷോയിങ് പ്രോപ്പർ റെസ്പെക്ട് അല്ലെങ്കിൽ റൂഡായിട്ടുള്ള ബിഹേവിയർ. അടുത്ത് നോക്കാം നപ്റ്റിയൽസ്. നപ്റ്റിയൽസ് എന്ന് പറഞ്ഞാൽ മാരേജ് സെറമണി അല്ലെങ്കിൽ വെഡിങ്ങിനെയാണ് നമ്മൾ നപ്റ്റിയൽസ് എന്ന് പറയാം കേട്ടോ. നപ്റ്റിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂ ടൈൽസ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം അല്ലെ. കല്യാണത്തിന്റെ സമയമൊക്കെ പുതിയ ടൈലൊക്കെ ഇട്ടു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. നപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് മാരേജ് സെറമണി അല്ലെങ്കിൽ വെഡിങ് ആണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചൈൽഡ് ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് ഡിസപ്രൂവൽ ഓഫ് സ്കോൾഡ് അല്ലെങ്കിൽ റിപ്രോച്ച് ആണ് കേട്ടോ. അപ്പൊ സ്കോൾഡ് ചെയ്യുക. ചൈൽഡ് എന്ന് പറയുമ്പോൾ ചൈൽഡ് എന്ന് ആലോചിക്കാം, ചൈൽഡ് കുട്ടീനെ സ്കോൾഡ് ചെയ്തു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ചൈൽഡ് എന്ന് പറഞ്ഞാൽ സ്കോൾഡ് ചെയ്യുക. ഹോട്ടി. ഹോട്ടി എന്ന് പറഞ്ഞാൽ അരഗന്റ് ആണ്, വളരെ എന്താ പറയാ, റൂഡായിട്ടുള്ള, വളരെ അരഗന്റ് ബിഹേവിയർ ആയിട്ടുള്ള. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹോട്ടി എന്ന് പറയാ കേട്ടോ. അതിനെയാണ് എന്ത് പറയാ, ഹോട്ടി. ക്ലംസി എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഒക്വേർഡ് ആയിട്ടുള്ള, ഓക്കെ, ഒക്വേർഡ് ആയിട്ട് കാണുന്ന ഒന്നിനെയാണ് ക്ലംസി എന്ന് പറയാ. ഓക്കെ, എബ്സേർഡ്. എബ്സേർഡ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. എബ്സേർഡ് എന്ന് പറഞ്ഞാൽ വൈഡ്ലി അൺറീസണബിൾ അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള, ഇലോജിക്കൽ, ഇൻഅപ്രോപ്രിയേറ്റ്. റിഡിക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമുക്ക് പഠിക്കാനുണ്ട്. റിഡിക്കുലസ്. റിഡിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് ആയിട്ടുള്ള കേട്ടോ. അപ്പൊ എബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. പിന്നെ പ്രെപ്പോസ്റ്ററസ്. ഞാൻ മിക്ക ക്ലാസ്സുകളും നമ്മുടെ പറയാറുണ്ട്. പ്രെപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ് അല്ലെ. ആ വാക്ക് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഞാനൊന്ന് എഴുതിയേക്കാം. പ്രെപ്പോസ്റ്ററസ്. പ്രെപ്പോസ്റ്ററസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൂളിഷ്. അല്ലെങ്കിൽ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അബ്സേർഡ് എന്ന് പറയുമ്പോൾ സേർട്സ്, നമ്മുടെ ഇംഗ്ലീഷിൽ സേർട്സ് ഉണ്ടല്ലോ, √2 √3 എന്നൊക്കെ പറയുന്നത്. അത് അറിയില്ലെങ്കിൽ, സോറി, നമ്മുടെ മാത്സിലെ സേർട്സ് ഉണ്ടല്ലോ, √2 √3 എന്നൊക്കെ പറയുന്നത്. അപ്പോ അതറിയില്ലെങ്കിൽ നമ്മൾ ഫൂളിഷ് ആണെന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രപ്പോസ്റ്ററസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ പ്രപ്പോസിഷൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രപ്പോസിഷൻ അറിയില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫൂളിഷ് ആണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ എബ്സേർഡും പ്രപ്പോസ്റ്ററസ് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ഫൂളിഷ് അല്ലെങ്കിൽ റിഡിക്കുലസ് ആണ് കേട്ടോ. ഇല്ലോജിക്കൽ, ഇൻഅപ്രോപ്രിയേറ്റ്. ഇത് നോക്കിയേ, ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കീപ് സീക്രറ്റ് ഓർ ഡൺ സീക്രറ്റീവ്ലി. ഓക്കെ, സീക്രറ്റ് ആയിട്ട് വെക്കുന്ന. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൻ ആലോചിക്കാം. വയറിനകത്ത് ഇങ്ങനെ ഇൻഡസ്റ്റൈൻ ഇങ്ങനെ സീക്രറ്റ് ആയിട്ട് വെച്ചേക്കാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കീപ് സീക്രറ്റ് ഓർ ഡൺ സീക്രറ്റീവ്ലി. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ റിഫ്യൂസിങ് ടു ചേഞ്ച് യുവർ ഒപ്പീനിയൻസ് വെനെവർ യു ടു ഡു സോ. അതായത് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ മാറ്റാണ്ടിരിക്കുക. നമ്മൾ പറയില്ലേ, ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുക,
മാറ്റുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായമുള്ള ഒരാളെയാണ് ഒബ്സ്റ്റിനേറ്റ് ബിഹേവിയർ എന്നൊക്കെ പറയും അല്ലെ. അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. ഓക്കെ. നിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ക്ലി, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അതിന്റെ ആ വേർഡും കൂടെ പഠിച്ചേക്കാം. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്വിക്ക് ആയിട്ട് മൂവ് ചെയ്യുന്ന. നമുക്ക് വേണമെങ്കിൽ ജയിൽ എന്ന് ഓർക്കാം. ഈ ജയിലിൽ ചാടാന്നൊക്കെ പറയുമ്പോൾ വളരെ ക്വിക്ക് ആയിട്ട് മൂവ് ചെയ്തു എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ PSCയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ക്വിക്ക് ആയിട്ടുള്ള, ക്വിക്ക്ലി. അതേ മീനിങ് ആണ് നിമ്പിൾ. നിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ. ഹേസ്റ്റി, ഫാസ്റ്റ് എന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം മട്ടർ. മട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സേ സംതിങ് ഇൻ എ ലോ ഓർ ബെയർലി ഓഡിയബിൾ വോയിസ് ആണ്. ഇങ്ങനെ പിറുപിറുക്കുക എന്നൊക്കെ പറയാം. മട്ടർ ചെയ്യുക അല്ലെ. മർമർ ചെയ്യുക, മട്ടർ ചെയ്യുക. അറിയാത്തവരുണ്ടെങ്കിൽ മട്ടറിന് പകരം നമുക്ക് വേണമെങ്കിൽ മട്ടൺ എന്ന് ആലോചിക്കാം. ഈ മട്ടൺ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പിറുപിറുത്തു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സേ സംതിങ് ഇൻ എ ലോ ഓഡിയബിൾ വോയിസ് ആണ്. അതിനെയാണ് മട്ടർ എന്ന് പറയുക. ഓക്കെ. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു 40+ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സിനോണിംസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളൊരു 30, അങ്ങനെ ഒരു 70 സിനോണിംസോളം നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് വേഗം ഡിസ്കസ് ചെയ്തു. ചെറിയ സമയം കൊണ്ട് തന്നെ കവർ ചെയ്തു എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ, മറക്കണ്ട. ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? വേഗം കമന്റ് ചെയ്യുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വേർഡ് നോക്കിയേ, പ്ലെത്തോറ. പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ഓർ എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ്. ഓക്കെ. അബണ്ടൻസ് അല്ലെങ്കിൽ പ്രൊഫ്യൂഷൻ എന്നൊക്കെ പറയും കേട്ടോ. പ്ലെത്തോറ ഒരുപാട് അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള. ഓക്കെ. അപ്പോ ധാരാളം എന്ന മീനിങ് വരുന്ന ഒരു വേർഡാണ് പ്ലെത്തോറ. ഓക്കെ. അബണ്ടൻസ് എന്നും പറയൂ കേട്ടോ. ധാരാളം. നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഒരു വാതിൽ തുറന്നു എന്ന് വിചാരിക്കാം. തുറ എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. വാതിൽ തുറന്നു കഴിയുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് എന്തെങ്കിലും കണ്ടു, എക്സസീവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടു എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ അബണ്ടൻസ് ധാരാളം അല്ലെങ്കിൽ എക്സസീവ് ആണ് പ്ലെത്തോറ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഇസ് ബാരൻ. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് വിച്ച് ഇസ് ടു പുവർ ടു പ്രൊഡ്യൂസ് എനി വെജിറ്റേഷൻ. അതായത് അധികം വളമില്ലാത്തൊരു ലാൻഡ്, അതിലധികം പ്ലാന്റ്സ് ഒന്നും വളരാത്തൊരു ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ബാരൻ എന്ന് പറയാം. അല്ലെങ്കിൽ സ്റ്റെറൈൽ എന്ന് പറയും, ഇൻഫെർട്ടൈൽ എന്ന് പറയും, അരിഡ് എന്ന് പറയും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലാൻഡ് നമുക്ക് ഭാരമായിരിക്കും അല്ലെ. വെജിറ്റേഷൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഭാരമായിരിക്കും. അങ്ങനെ ഭാരം എന്നുള്ള രീതിയിൽ ബാരൻ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കിയേ, കോഷ്യസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ അബൌട്ട് അവോയ്ഡിങ് ഡേഞ്ചർ ഓർ റിസ്ക് ആണ്. നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, കോഷ്യസ് ആയിട്ടിരിക്കുക, അലേർട്ട് ആയിട്ടിരിക്കുക അല്ലെ. ഇത് അറിയാവുന്ന ഒരു വേർഡ് അല്ലേ. ഓക്കെ. അടുത്ത വേർഡ് നോക്കാം, ബെലിജറന്റ്. ബെലിജറന്റ് ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ബെലിജറന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈൽ ആൻഡ് അഗ്രസീവ് ആണ്. ഹോസ്റ്റൈൽ ആൻഡ് അഗ്രസീവിനെയാണ് എന്ത് പറയാ? ബെലിജറന്റ് എന്ന് പറയാ. ഓക്കെ. അപ്പൊ ഹോസ്റ്റൈൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അൺഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് ഹോസ്റ്റൈൽ എന്ന് പറയാ. ഓക്കെ. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമ സ്വഭാവമുള്ള, ആക്രമിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് അഗ്രസീവ്. വളരെ അഗ്രസീവ് ആയിട്ട് എന്നൊക്കെ പറയില്ലേ, ആക്രമിക്കുന്ന രീതിയിൽ കേട്ടോ. പണ്ട് കാലത്ത് ഈ ബലി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ആക്രമിക്കുന്ന ഒരു രീതിയാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. ബെലിജറന്റ് എന്ന് പറയുമ്പോൾ ബെലിജറന്റ്. ഓക്കെ. അഗ്രസീവ് ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അടുത്ത് നോക്കാം, ഇമാസിയേറ്റഡ്. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള കേട്ടോ. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇമാൻസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ആക്കുക അല്ലെ. ഈ മാനിനെ ഫ്രീ ആക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഇമാസിയേറ്റഡ്, ഈ മാനിന് സീറ്റഡ് എന്ന് പറയുമ്പോൾ സീറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഈ മാനിന് സീറ്റ് കൊടുക്കുക കാരണം വളരെ തിന്നായിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. സോ അബ്നോർമലി തിൻ ഓർ വീക്ക്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഇൽനെസ് ഓർ ലാക്ക് ഓഫ് ഫുഡ് കേട്ടോ. അല്ലെങ്കിൽ ഗോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നായിട്ടുള്ള, വളരെ ബോണി ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇമാസിയേറ്റഡ്. നെക്സ്റ്റ് നോക്കാം, ഫ്രിവിലസ്. ഫ്രിവിലസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഹാവിങ് എനി സീരിയസ് പർപ്പസ് ഓർ വാല്യൂ. വളരെ സില്ലി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫ്രിവിലസ് എന്ന് പറയാ. നമുക്ക് ഫ്രിവിലസ് എന്ന് പറയുമ്പോൾ ഫ്രീ എന്നുള്ള രീതിയിൽ എടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല അല്ലെ. നമ്മൾ അതിനെ സില്ലി ആയിട്ട് കാണും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. സോ സില്ലി ആണ് ഫ്രിവിലസ്. നെക്സ്റ്റ് അഡപ്റ്റ് ആണ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി സ്കിൽഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അഡപ്റ്റ് എന്താണ്? അഡപ്റ്റിന് അതൊരു ഇ ഉണ്ട് അല്ലെ. അപ്പൊ ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അഡപ്റ്റ് അല്ലെങ്കിൽ നല്ല ഡെപ്തില്, അഡപ്റ്റ് എന്ന് പറയുമ്പോൾ DEPT എടുക്കാം. നല്ല ഡെപ്തില് നോളേജ് ഉള്ളതൊക്കെ എക്സ്പേർട്സിനായിരിക്കും എന്നുള്ള രീതിയിൽ എടുക്കാം. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി സ്കിൽഡ് ഓർ
പ്രൊഫിഷ്യന്റ് അറ്റ് സംതിങ്, എക്സ്പേർട്ട് അല്ലെങ്കിൽ പ്രൊഫിഷ്യന്റ് എന്നൊക്കെ പറയാം അല്ലെ. എഡപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ എഡോപ്റ്റും അഡാപ്റ്റും ഒക്കെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അഡ്ജസ്റ്റ് ചെയ്യുന്ന, അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്റ്റ് ചെയ്യുക അല്ലെ. യെസ്. അടുത്ത ഗ്രാജുവൽ, ഗ്രാജുവൽ ആയിട്ട് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. പ്രോഗ്രസിങ് സ്ലോലി, പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുക. കുത്തനെ ഇൻക്രീസ് ചെയ്യാണ്ട് പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതാണ് ഗ്രാജുവൽ കേട്ടോ. പ്രോഗ്രസിങ് സ്ലോലി. അടുത്ത് നോക്കാം റൈവൽ. റൈവൽ എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഓർ തിങ് കോമ്പീറ്റിംഗ് വിത്ത് അനദർ ഫോർ ദ സെയിം ഒബ്ജക്റ്റീവ്. ഓക്കെ, ഒരു കോമ്പറ്റീറ്റർ, ആ ഒരു മീനിങ് ആണ് റൈവൽ. നമ്മുടെ ഒപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ഒരാൾ കേട്ടോ. അതിനെയാണ് എന്ത് പറയാ, റൈവൽ എന്ന് പറയാ. ഇനി മാഡൊക്കെ നമുക്ക് അറിയാലോ അല്ലെ. അതിന്റെ ഒരു സിനോണിം പഠിച്ചു വെച്ചേക്കാം, ഇൻസെയിൻ. ഇൻസെയിൻ എന്ന് പറഞ്ഞാൽ മാഡ് ആണ് കേട്ടോ, മാഡ്. പിന്നെ ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ എന്താ, സാഡ് ആൻഡ് സീരിയസ് ആണ്. മോൺഫുൾ. ഓക്കെ, ലഗുബ്രിയസ്, ലഗുബ്രിയസ് അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ സാഡ് ആൻഡ് സീരിയസ്, മോൺഫുൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലഗുബ്രിയസ്, ലഗുബ്രിയസ് എന്ന് പറഞ്ഞാൽ മോൺഫുൾ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ലാംഗ്വർ. ലാംഗ്വർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എനർജി ഓർ അലേർട്ട്നെസ്, ഡൾനെസ്, അല്ലെങ്കിൽ സ്റ്റിൽനെസ്, ഇനാക്ടിവിറ്റി എന്നൊക്കെ പറയും ലാംഗ്വർ. ഇപ്പോ കണക്ട് ചെയ്യാനായിട്ട് ലാംഗ്വർ എന്ന് പറയുമ്പോൾ നമുക്ക് LANG, ലാംഗ്വേജ് എടുക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് അല്ലെ, അല്ലെങ്കിൽ മലയാളം. ഇതേപോലെയുള്ള ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല എനർജി ലാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർക്കാം, എനർജി കുറവ് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അപ്പൊ ലാംഗ്വർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എനർജി ഓർ അലേർട്ട്നെസ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം ഇൻക്രെഡുലസ്. അതും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കും. കാരണം PSC PYQ ആയിട്ടൊക്കെ വന്നിട്ടുള്ള വേർഡ്സുകളാണ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാല് അൺഏബിൾ ഓർ അൺവില്ലിംഗ് ടു ബിലീവ് സംതിങ്, പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒന്നിനെയാണ് എന്ത് പറയാ, ഇൻക്രെഡുലസ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അൺഏബിൾ ഓർ അൺവില്ലിംഗ് ടു ബിലീവ് സംതിങ്, പെട്ടെന്ന് വിശ്വസിക്കാത്ത ഒന്നിനെയാണ് ഇൻക്രെഡുലസ് എന്ന് പറയാ. ഡിസ്ബിലീവിങ് അല്ലെങ്കിൽ അൺബിലീവിങ്. ഇഗ്നോമിനി, PSC ചോദിച്ചിട്ടുണ്ട് ഇഗ്നോമിനി. ഇഗ്നോമിനി എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹരാസ്മെന്റ്, പബ്ലിക് എംബറാസ്മെന്റ്, ഷെയിം കേട്ടോ. ഷെയിം അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ, ഒരാളെ ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, തരം താഴ്ത്തുക, അതിനെയാണ് ഇഗ്നോമിനി എന്ന് പറയാ. അപ്പോ മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെ ഇഗ്നോർ ചെയ്തു അല്ലെങ്കിൽ കളിയാക്കി, ഷെയിം ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇഗ്നോമിനി കേട്ടോ, ഷെയിം അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ. അടുത്ത് നോക്കാം ഹോഴ്സ്. ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുതിരയല്ല കേട്ടോ. HOARSC, സ്പെല്ലിംഗ് നോക്കണേ. HOARSC എന്ന് പറഞ്ഞാൽ വളരെ റഫ് അല്ലെങ്കിൽ ഹാർഷ് ആണ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഷ് കേട്ടോ. ഓക്കെ, HOARSC എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഹാർഷ് അല്ലെങ്കിൽ ഡിസ്കോർഡന്റ് എന്ന് പറയാം. ഓക്കെ, ഡിസ്കോർഡന്റ്. അടുത്ത് നോക്കാം ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് ആണ്. ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്യൂസ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ ഹില്ലിലൊക്കെ ആയിരിക്കില്ലേ മിക്കവാറും നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്ക് ഒക്കെ ഉണ്ടാവുക അല്ലെ. അപ്പോ ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് അല്ലെങ്കിൽ ലൗഡ് ലോഫ്റ്റർ, ഗ്രേറ്റ് അമ്യൂസ്മെന്റ് എന്നൊക്കെ പറയാം കേട്ടോ. സോ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമുക്ക് ഒന്നും കൂടെ സ്പീഡിൽ വായിച്ചു വിടാം. ഓക്കെ, നമ്മുടെ ക്ലാസ് അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലെത്ര എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ്. ബാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഭാരമായിട്ടിരിക്കുന്ന ലാൻഡ് അല്ലെ. അപ്പൊ സ്റ്റെറൈൽ, ഇൻഫോർട്ടൈൽ. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ അല്ലെങ്കിൽ അലേർട്ട്. ബെലിജറന്റ്, ഓർത്തു നോക്കിയാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള, ആക്രമിക്കുന്ന അല്ലെ, ബലി കൊടുക്കുന്ന. ഇമാസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, തിന്ന് അല്ലെങ്കിൽ ഗോണ്ട്. ഫ്രിവലസ് എന്ന് പറഞ്ഞാൽ സില്ലി അല്ലെ, ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സില്ലി ആണ്. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പേർട്ട് ആണ്. ഡെപ്തില് അറിവുള്ള ഒരാൾ എക്സ്പേർട്ട് ആയിരിക്കും. ഗ്രാജുവൽ അറിയാലോ, പ്രോഗ്രസ്. റൈവൽ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റർ. മാഡ് എന്ന് പറഞ്ഞാൽ ഇൻസെയിൻ. ലഗുബ്രിയസ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ, ലഘു എന്ന് പറഞ്ഞാൽ വളരെ വിഷമിക്കുന്ന, സോറോഫുൾ, മോൺഫുൾ എന്നുള്ളതാണ് കേട്ടോ. ലാംഗ്വർ, ലാംഗ്വേജ് ആലോചിക്കുക അല്ലെ, ലാക്ക് ഓഫ് എനർജി. ഇൻക്രെഡുലസ്, അൺബിലീവിങ് അല്ലെങ്കിൽ ഡിസ്ബിലീവിങ്. ഇഗ്നോമിനി, ഇഗ്നോമിനി എന്ന് പറഞ്ഞാൽ ഷെയിം ചെയ്യുക അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്യുക, തരം താഴ്ത്തുക. ബിലിറ്റിൽ ചെയ്യുക. ബിലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, തരം താഴ്ത്തുക. ബി ലിറ്റിൽ അല്ലെ, അപ്പൊ ചെറുതാക്കി കാണിക്കുക എന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. അടുത്ത് ഹോഴ്സ്. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഷ് ആണ് അല്ലെ. ഹിലാരിറ്റി, ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് ആണ്. ഹിലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്യൂസ്മെന്റ് കേട്ടോ. ഓക്കെ, അടുത്ത വേർഡ് നോക്കാം, ഹെമോക്ക്. ഹെമോക്ക് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് സ്ട്രോങ് ക്ലോത്ത് ഓർ നെറ്റിംഗ് വിച്ച് ഇസ് ഹങ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ് ആൻഡ് യൂസ്ഡ് ആസ് എ ബെഡ്. അതായത് ബങ്ക് ബെഡിനെയാണ് പറയാ. അതായത് നമ്മുടെ ഊഞ്ഞാൽ കിടക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ഊഞ്ഞാൽ കിടക്കേനെയാണ് നമ്മൾ ഹെമോക്ക് എന്ന് പറയാം കേട്ടോ. ഹെമോക്ക്.
ജെനിയൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആൻഡ് ചിയർഫുൾ ആണ്. ഓക്കെ. എഫബിൾ, ആമിയബിൾ ആണെന്നൊക്കെ പറയില്ലേ. ആമിയബിൾ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി പേഴ്സൺ. ആമിയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേട്ടോ. ജെനിയൽ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. എഫബിൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി എന്നുള്ള ഒരു മീനിങ് ആണ്. അടുത്ത് നോക്കാം എഫ്ലുവന്റ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വളരെ റിച്ച് ആയിട്ടുള്ള, അപ്പോ അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ള. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ് കേട്ടോ. എല്ലാവരും അങ്ങനെ കാണണേ. എഫ്ലുവന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരൊക്കെ നല്ല റിച്ച് ആണെന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം. ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. എഫ്ലുവന്റ് ആണ്, AFFLUENT. അതേസമയം എഫ്ലുവന്റ് ഉണ്ട്, എഫ്ലുവന്റ്. ഇനി ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം എങ്കിൽ എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വേസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ലിക്വിഡ് വേസ്റ്റ്. ഓക്കെ. ഈ വരുമ്പോ വേസ്റ്റ് ആണെന്ന് ഓർക്കാം. ഈ വേസ്റ്റ് എന്ന് ഓർക്കാം കേട്ടോ. ഈ വേസ്റ്റ് നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഈ വേസ്റ്റ്, അതേപോലെ കണക്ട് ചെയ്യാം. എഫ്ലുവന്റ് ആണെങ്കിൽ വളരെ റിച്ച് അല്ലെങ്കിൽ വെൽത്തി അല്ലെങ്കിൽ ഒപ്പുലന്റ് എന്നൊക്കെ പറയും അല്ലെ. ഓക്കെ. അടുത്ത എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊവിഡൻസ് അല്ലെങ്കിൽ ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ. കെയർഫുൾ ആയിട്ട് കാശ് ചെലവാക്കുന്ന ഒന്നിനെയാണ് എക്കോണമി എന്ന് പറയാ അല്ലെ. ത്രിഫ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഡൻസ്. ഓക്കെ. അപ്പൊ അത് സ്റ്റിഞ്ചി എന്നുള്ളൊരു മീനിങ് അല്ല അവിടെ വരുന്നത്. സ്റ്റിഞ്ചി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള. ഇതല്ല, ഇത് കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ് എക്കോണമി. അടുത്ത് നോക്കാം സെൻഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസപ്രൂവൽ ആണ്. സെൻസർ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ, സെൻസർ സിനിമയൊക്കെ. അപ്പൊ ഡിസപ്രൂവൽ അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ കേട്ടോ. അപ്പൊ സെൻഷർ ഇറ്റ് മീൻസ് സ്ട്രോങ് ക്രിറ്റിസിസം ഓർ ഡിസപ്രൂവൽ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക അല്ലെ. ഓക്കെ. ഇനി ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത്. നമ്മൾ ഫ്രേസൽ വെർബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക അല്ലെ. എൻഡ്യൂർ ചെയ്യുക, എൻഡ്യൂറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ പുട്ടപ്പ് വിത്ത് സംതിങ് ഓർ സംബഡി, എൻഡ്യൂർ എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. ഏലിയൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്കറിയാം. കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് കൺട്രി, റേസ് ഓർ കൾച്ചർ ആണ്. എക്സോട്ടിക് എന്ന് പറയാം. ആ വേർഡ് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. എക്സോട്ടിക് അല്ലെങ്കിൽ ഒപ്പോസ്ഡ് ആണ്. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് എ റിലേഷൻ ദാറ്റ് ഇസ് പ്യൂർലി സ്പിരിച്വൽ ആണ്. പ്യൂർലി സ്പിരിച്വൽ ആണ്, നോട്ട് ഫിസിക്കൽ കേട്ടോ. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്ലാറ്റോണിക് എന്ന് പറയാ, അല്ലെങ്കിൽ ഐഡിയലിസ്റ്റിക് എന്നൊക്കെ പറയാം കേട്ടോ. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയലിസ്റ്റിക്. ഓക്കെ. സ്പിരിച്വൽ കേട്ടോ. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കാം. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഹിബിറ്റ് ചെയ്യുക. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക, ഫോർബിഡ് ചെയ്യുക, എസ്പെഷ്യലി ബൈ ലോ കേട്ടോ. അതിനെയാണ് പ്രൊസ്ക്രൈബ് എന്ന് പറയാ. അപ്പൊ നമ്മുടെ പ്രിസ്ക്രൈബ് ഉണ്ട്. പ്രിസ്ക്രൈബും പ്രൊസ്ക്രൈബും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. പ്രൊസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. അതെ, മലയാളത്തിൽ പറയുമ്പോൾ നിരോധിക്കുക എന്ന് പറയും. പ്രൊസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് പ്രൊസ്ക്രൈബ്. ദാറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. നമ്മുടെ ജേർണി ഒക്കെ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഈ കോവിഡ് സമയത്തൊക്കെ നമ്മുടെ യാത്രയൊക്കെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തില്ല. അതേപോലെ അഡ്ജേൺ എന്ന് പറയുമ്പോൾ ജേർണി പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഓഡിയസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അൺപ്ലസന്റ് ആൻഡ് കോസിങ് ഓർ ഡിസേർവിംഗ് ഹെയ്റ്റ്. ഓക്കെ. ഓഡിയസ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ്ഫുൾ ആണ്. ഓക്കെ. ഓഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെയ്റ്റ്ഫുൾ, അസഹനീയമായിട്ടുള്ള, നമുക്ക് ഇഷ്ടമല്ലാത്ത, അറപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓഡിയസ്. ജുബിലന്റ് എന്ന് പറഞ്ഞാൽ എക്സൾട്ടന്റ് അല്ലെങ്കിൽ ഓവർ ജോയ്ഡ്, എക്സ്ട്രീം ഹാപ്പിനെസ്സിനെയാണ് നമ്മൾ എന്താ പറയാ? ജുബിലന്റ് എന്ന് പറയാ. ഇപ്പൊ ആരുടെയെങ്കിലൊക്കെ ജൂബിലി എന്ന് ആലോചിക്കാം അല്ലെ. ജൂബിലി ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫീലിംഗ് ഓർ എക്സ്പ്രസിങ് ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് ട്രംപ്, എക്സൾട്ടന്റ്, ഓവർ ജോയ്ഡ് ആണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ജൂബിലന്റ് എന്ന് പറയാ. കിട്ടുന്നുണ്ടല്ലോ. ഓഡിയസ് എപ്പോഴും ഓടാനൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം ഇഷ്ടമുണ്ടാവില്ല അല്ലെ. ഹെയ്റ്റ് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോക്കസിങ് ദി മൈൻഡ് ഓൺ എ മാറ്റർ, നെഗ്ലിജന്റ് ആണ് ഇൻഅഡ്വേർട്ടന്റ്. ഓക്കെ. ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജന്റ് അല്ലെങ്കിൽ അൺഇന്റൻഷണൽ, മനഃപൂർവ്വം അല്ലാണ്ട്, അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആയിട്ട് നമ്മൾ അധികം ഗവനിക്കാത്ത, അതിനെയാണ് എന്താ പറയാ? ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറയാ കേട്ടോ. നെഗ്ലിജന്റ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ആ ഒരു മീനിങ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മൾ അധികം ശ്രദ്ധിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം അല്ലെ. അഡ്വേർട്ടന്റ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല, നെഗ്ലിജന്റ് എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം.
പ്രഡിക്റ്റ് അറിയാലോ, ഫോർടെൽ അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. ഫോർടെൽ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യുക അല്ലെ, ഇനി വരാൻ പോകുന്ന കാര്യം പ്രിഡിക്റ്റ് ചെയ്യുക, അതാണ് ഫോർടെൽ അല്ലെങ്കിൽ ഫോർകാസ്റ്റ്. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ലോങ് ഓർ ആർഡുവസ് സെർച്ച് ഫോർ സംതിങ്, സെർച്ച് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ് സെർച്ച് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സെർച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ആണ് കേട്ടോ. പെർസ്യൂട്ട് എന്ന് പറയാം. ഓക്കെ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഡീഫെയിം ചെയ്യുക, ഒരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെ, സ്ലാൻഡർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്ലാൻഡ് ചെയ്യാന്ന് പറയില്ലേ, സ്ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സ്ലാൻഡിങ് ലൈൻ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ലൈൻ അല്ലെ. അപ്പൊ ഒരാൾ അപകീർത്തിപ്പെടുത്തി കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ആകെ ഇങ്ങനെ ചെരിഞ്ഞ പോലെ ആയി പോകും, സ്ലാൻഡർ ആവും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഇത് ടി ആണ് കേട്ടോ, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സ്ലാൻഡർ ആണ്, ഡി ആണ്. മേക്ക് ഫോൾസ് ആൻഡ് ഡാമേജിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സമ്മൺ ആണ് സ്ലാൻഡർ. ഓക്കെ, ഡീഫെയിം ചെയ്യുക അല്ലെങ്കിൽ ലിബൽ ആണ് കേട്ടോ. കിട്ടുന്നുണ്ടല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചേക്കണേ. വിൻഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റിഫൈ ചെയ്യുക കേട്ടോ. വിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക. ക്ലിയർ ഓഫ് ബ്ലെയിം ഓർ സസ്പീഷൻ. ഓക്കെ, ക്ലിയർ ചെയ്യുക. ഓക്കെ, ജസ്റ്റിഫൈ ചെയ്യുക. അക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ ബ്ലെയിം ചെയ്യുക. ഓക്കെ, ചാർജ് സമ്മൺ വിത്ത് ആൻ ഒഫൻസ് ഓർ ക്രൈം, അതാണ് അക്യൂസ് ചെയ്യുക കേട്ടോ, ഒരാളെ കുറ്റപ്പെടുത്തുക. ഓക്കെ, അക്യൂസ് ചെയ്യുക. ഇനി ഓഫ് സ്പ്രിങ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ, പേഴ്സൺസ്, ചിൽഡ്രൻ ഓർ ആൻ ആനിമൽസ് യങ്ങിനെയാണ് നമ്മൾ ഓഫ് സ്പ്രിങ് എന്ന് പറയാ, കുട്ടികളെ. അപ്പോ ചൈൽഡ്, യങ് അല്ലെങ്കിൽ ബേബിനെയൊക്കെയാണ് ഓഫ് സ്പ്രിങ് എന്ന് പറയാം. എക്സ്പയറി അറിയാലോ, ടെർമിനേഷൻ ആണ്, അവസാനമാണ്. എൻകൗണ്ടർ ചെയ്യാന്ന് പറഞ്ഞാല് കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഫേസ് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക അല്ലെ. അപ്പോ കൺഫ്രണ്ട്, ആ ഒരു വേർഡ് പഠിച്ചു വെച്ചേക്കുക. കൺഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എൻകൗണ്ടർ, ഏറ്റുമുട്ടുക, നേരിടുക എന്നൊക്കെ പറയാം കേട്ടോ. നേരിടുക, എതിരിടുക, ഇതാണ് കൺഫ്രണ്ട്. നമ്മുടെ കണ്ണ് ഫ്രണ്ടിലാണ് അല്ലെ, നമ്മൾ ആരെയാണെങ്കിലും ഏറ്റുമുട്ടും അല്ലെങ്കിൽ നേരിടും, അഭിമുഖീകരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അതേ മീനിങ് ആണ് ഹാസിൽ കേട്ടോ. ഹാസിൽ എന്ന് പറഞ്ഞാലും സെയിം തിങ് ഇറ്റ് സെൽഫ്, കൺഫ്രണ്ട് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് ഹെമോക്ക് എന്തായിരുന്നു, ഇസ് എ പീസ് ഓഫ് സ്ട്രോങ് ക്ലോത്ത് ഓർ നെറ്റിംഗ് വിച്ച് ഇസ് ഹങ് ബിറ്റ്വീൻ ടു സപ്പോർട്ട്സ് ആൻഡ് യൂസ്ഡ് ആസ് എ ബെഡ്. ജെനിയൽ എന്ന് പറഞ്ഞാല് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഈ വേർഡൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ജെനിയലൊക്കെ അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ജെനിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, ആമിയബിൾ. എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. എക്കോണമി എന്ന് പറഞ്ഞാൽ കെയർഫുൾ മാനേജ്മെന്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. സെൻഷർ അല്ലെങ്കിൽ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസപ്രൂവൽ ആണ്. ടോളറേറ്റ്, നമ്മുടെ ഫ്രേസൽ വെർബ് പുട്ടപ്പ് വിത്ത് അല്ലെങ്കിൽ എൻഡ്യൂർ ചെയ്യുക, എൻഡ്യൂറൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഏലിയൻ, എക്സോട്ടിക് അല്ലെങ്കിൽ കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് കൺട്രി. പ്ലാറ്റോണിക് എന്ന് പറഞ്ഞാൽ പ്യുവർലി സ്പിരിച്വൽ ആണ് ആൻഡ് നോട്ട് ഫിസിക്കൽ കേട്ടോ. പ്രോസ്ക്രൈബ് ചെയ്യുക, പ്രൊഹിബിറ്റ് ചെയ്യുക. അഡ്ജേൺ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക. ഒഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെയ്റ്റ്ഫുൾ ആണ്. ഓക്കെ, ജുബിലന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് അല്ലെ. അപ്പോ എക്സ്പ്രസിങ് ഗ്രേറ്റ് ഹാപ്പിനെസ്, എക്സൾട്ടന്റ് എന്ന് പറയാം. ആ വാക്കൊക്കെ ഒന്ന് പഠിച്ചു വെക്കും, നമുക്ക് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഇൻഅഡ്വേർട്ടന്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജന്റ്, അഡ്വർടൈസ്മെന്റ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാത്തതാണ് അല്ലെ. പ്രെഡിക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഫോർടെൽ ആണ്, ഫോർകാസ്റ്റ് ചെയ്യുക. ക്വസ്റ്റ് ഇറ്റ് മീൻസ് സെർച്ച് ആണ്. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ ഡീഫെയിം ചെയ്യുക അല്ലെങ്കിൽ ലിബൽ. വിൻഡിക്കേറ്റ് ഇറ്റ് മീൻസ് ജസ്റ്റിഫൈ ചെയ്യുക. വിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ വിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ജസ്റ്റിഫൈ ചെയ്യും എന്നൊക്കെ പറയാം, ഓർക്കാട്ടോ. അക്യൂസ് എന്ന് പറഞ്ഞാൽ ബ്ലെയിം. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് അല്ലെങ്കിൽ യങ് അല്ലെങ്കിൽ ബേബി. എക്സ്പയറി ഇറ്റ് മീൻസ് ടെർമിനേഷൻ. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് കൺഫ്രണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ സ്പീഡിൽ തന്നെ എല്ലാം കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ് കണ്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബെലിജറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും കമന്റ് ചെയ്യണേ. ബെലിജറന്റ്